തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട ഫലസൂചനകളൊക്കെ പുറത്തു വരുമ്പോൾ തന്നെ ഒരു യു.ഡി.എഫിന് ഒരു വ്യക്തമായ മേധാവിത്വമാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. തുടക്കത്തിൽ വോട്ടെണ്ണലിൻ്റെ തുടക്കത്തിൽ പലയിടത്തും എൽ.ഡി.എഫിൻ്റെ ഒരു മികച്ചൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ പോകെ പോകെ സ്വാഭാവികമായിട്ട് യു.ഡി.എഫ് പലയിടത്തിൻ്റെ മുമ്പോട്ട് വന്നു. അതിനൊപ്പം തന്നെ എൻ.ഡി.എയുടെ ബി.ജെ.പിയുടെ ഒരു ശക്തമായ മുന്നേറ്റം നടക്കുന്നുണ്ട്. അതായത് അവരുടെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിലടക്കം അല്ലാതെ ചില മണ്ഡലങ്ങളിൽ, പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിലടക്കം വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് എൻ.ഡി.എയുടെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റിയത്. പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മൾ എൽ.ഡി.എഫിനും CPIനും പലയിടത്തും പിന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അത് അവരുടെ കുത്തക സ്ഥലങ്ങളിലടക്കം പലയിടത്തും പിന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആദ്യഘട്ട പല സൂചനകൾ നമ്മൾ നോക്കുമ്പോൾ പോലും ഒരു യു.ഡി.എഫിൻ്റെ ഒരു മുന്നേറ്റമാണ് സംസ്ഥാനത്ത് കാണാൻ പറ്റുന്നത്. തീർച്ചയായും ഒരു യു.ഡി.എഫിൻ്റെ നിയമസഭയ്ക്ക് മുന്നോടിയായിട്ട് യു.ഡി.എഫ് തരംഗം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പല കോർപ്പറേഷനുകൾ ഇപ്പം കൊല്ലം കോർപ്പറേഷൻ ലീഡ് ചെയ്യുന്നത് 45 വർഷത്തിന് ശേഷമാണ് എൽ.ഡി.എഫിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസ് എത്തുന്നത്. അതുപോലെ തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കുന്നു, കണ്ണൂരും കോഴിക്കോടും എല്ലാം. കോഴിക്കോട് കനത്ത മത്സരമാണ് നൽകുന്നത് എൽ.ഡി.എഫിന്. കണ്ണൂർ കോർപ്പറേഷനിൽ വീണ്ടും പിടിക്കുന്നു. റിജിൽ മാക്കുറ്റിനൊക്കെ ഇറക്കിയിട്ട് റിജിൽ മാക്കുറ്റി വിജയിക്കുന്നത്. എൽ.ഡി.എഫിൻ്റെ സിറ്റിംഗ് സീറ്റിലാണ് റിജിൽ മുന്നേറുന്നത്. ഒരു പരിധിവരെ ഈ മത്സരിക്കാത്ത പ്രധാന നേതാക്കളെല്ലാം ശബരിനാഥ് വിജയിച്ചു. അങ്ങനെ ഒരു യുവ നേതാക്കളെല്ലാം മികച്ച മുഖങ്ങളെല്ലാം ജനപ്രിയരായ നേതാക്കളെല്ലാം വിജയിച്ചു വരികയാണ്. ഈ പറഞ്ഞ പോലെ പല വാർഡുകളിലും പല മണ്ഡലങ്ങളിലും ഈ എൽ.ഡി.എഫിൻ്റെ യു.ഡി.എഫിനും ഒപ്പം തന്നെ എൻ.ഡി.എ മുന്നേറിയിട്ടുണ്ട്. വയനാട്ടിൽ പലയിടത്തും അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിലടക്കം അക്കൗണ്ട് തുറക്കുന്നുണ്ട്. എൻ.ഡി.എ ഇപ്പം ഒരു ശക്തമായ സാന്നിധ്യം അടിത്തട്ടിലുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ മാറി വരികയാണ്. അവർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. എൽ.ഡി.എഫ് യു.ഡി.എഫ് എന്നില്ല, മാറാത്തതിനും മാറണം എന്നില്ല മുദ്രാവാക്യം അവർക്ക് ഒരു പരിധിവരെ വിജയിക്കാൻ വേണ്ടി ഉണ്ടെന്ന് പറയണം. എൽ.ഡി.എഫിന് തിരിച്ചടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമായിരുന്നു എൽ.ഡി.എഫ് ഉണ്ടാക്കിയത്. ആ മുന്നേറ്റം അതിൽ നിന്ന് നോക്കുമ്പം വലിയൊരു തിരിച്ചടിയിലേക്ക് തന്നെയാണ് എൽ.ഡി.എഫ് പോകുന്നത്. ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണമായാൽ കൂടി ഒരു എണ്ണം വളരെ കുറവുണ്ട്. പിന്നെ കോർപ്പറേഷനുകളൊക്കെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം 5 ഉണ്ടായത് ഇപ്രാവശ്യം എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടറിയണം. പല കോർപ്പറേഷനുകളും മാറിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റികളിലേക്ക് വരുമ്പോൾ യു.ഡി.എഫിന് വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എറണാകുളത്ത് ജില്ലയിൽ ഒന്നാകെ യു.ഡി.എഫ് തരംഗം തന്നെ പറയേണ്ടി വരും. കോർപ്പറേഷനുകളെല്ലാം മുന്നേറുകയാണ്. പിന്നെ മുനിസിപ്പാലിറ്റികളെല്ലാം മുന്നേറുകയാണ്. കോർപ്പറേഷനും DPP ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം വിജയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വി രാജേഷ് ജയിച്ചു, ഈ ശ്രീലേഖ ജയിച്ചു. അങ്ങനെ ഒരു പരിധി വരെ നമുക്കറിയുന്ന മുഖങ്ങളെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വിജയിച്ച് മുന്നേറുകയാണ്. നമ്മൾ ഈ 2010 ശേഷം 2010 ഏറ്റവും അവസാനമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിൻ്റെ ഒരു ഇതുപോലുള്ളൊരു മുന്നേറ്റം കാണാൻ പറ്റിയത്. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതുപോലുള്ളൊരു വലിയ മുന്നേറ്റം യു.ഡി.എഫിൻ്റെ ഭാഗത്ത് കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇത്തവണ നമ്മുടെ പിണറായി സർക്കാരിൻ്റെ 2ാം ടൈമിനുള്ള തുടർച്ചയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംസ്ഥാനത്തൊരു ഭരണവിരുദ്ധ വികാരം നിലവിലുണ്ടാവും. അത് ഏത് സർക്കാരാണെങ്കിലും ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ ആ തുടക്കത്തിൽ വോട്ടെണ്ണലിൻ്റെ തുടക്കത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചു എൽ.ഡി.എഫിന് പലയിടത്തും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. പല പ്രധാന സ്ഥാനാർത്ഥികളും പിന്നോക്കം പോയപ്പോൾ പോലും എൽ.ഡി.എഫ് എല്ലായിടത്തും മുൻപിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എറണാകുളത്തടക്കം, കൊല്ലത്തേക്ക് തിരിച്ചടി എന്താവും നമുക്ക് കണ്ടറിയേണ്ട മുനിസിപ്പാലിറ്റികളെല്ലാം ഇല്ലായിരുന്നു ആദ്യഘട്ടത്തിൽ. പക്ഷേ ഇപ്പം നമ്മൾ പോകെ കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്നത് യു.ഡി.എഫിൻ്റെ ഒരു ശക്തമായ മുന്നേറ്റം എല്ലായിടത്തും കാണിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും യു.ഡി.എഫിൻ്റെ നമുക്ക് കോഴിക്കോട്, കൊല്ലം പോലുള്ളിടത്തൊക്കെ എൽ.ഡി.എഫിനെ സംബന്ധിച്ച് നിർണായകമാണ്. പക്ഷെ അവിടെ തിരിച്ചടി നേരിടുന്നുണ്ട്. കോട്ടയം പോലുള്ള നഗരസഭകളിലൊക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ യു.ഡി.എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. പക്ഷേ കോട്ടയം ജില്ലയിൽ, ഇടുക്കി ജില്ല പോലുള്ള മധ്യകേരളത്തിൽ പത്തനംതിട്ട അടക്കമുള്ള മിക്ക ജില്ലകളിൽ തന്നെ യു.ഡി.എഫിന് നല്ല സ്വാധീനമുണ്ട്. അതേപോലെയാണ് മലബാർ സൈഡിലോട്ട് കാണാൻ പറ്റുന്നത്. നമ്മൾ ഇവിടെ കോഴിക്കോട് നോക്കിയാലും അതായിട്ട് മലപ്പുറം നോക്കിയാലും ആട്ടെ ഇതെല്ലാം സമാനമായ സ്വഭാവമാണ്. പക്ഷെ കാസർഗോഡ് അല്ലെങ്കിൽ നമ്മൾ പാലക്കാട് നോക്കുമ്പോഴാണ് അവിടെ ബി.ജെ.പിക്ക് ഒരു വ്യക്തമായ സ്വാധീനം കാണാൻ പറ്റുന്നുണ്ട്. ഈ പറഞ്ഞ കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ ബി.ജെ.പിക്ക് പിന്നെ 3 സീറ്റുകൾ ഇപ്പോൾ തന്നെ വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ബി.ജെ.പിയുടെ മുന്നേറ്റം വരുന്നുണ്ട്. എൻ.ഡി.എയുടെ ഇപ്പം തലസ്ഥാനത്ത് പറഞ്ഞാൽ കോർപ്പറേഷനിൽ 30 സീറ്റുകളിലാണ് ഇപ്പം വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നത്. എൽ.ഡി.എഫും യു.ഡി.എഫും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എല്ലാം പിന്നെ എൽ.ഡി.എഫ് തുടർച്ച ലഭിക്കുന്നു പറഞ്ഞാണെങ്കിൽ കൂടി കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട്. ശ്രീലങ്ക ജയിച്ചു. ഇപ്പം പറഞ്ഞാൽ അതിനുകളെ എടുത്തു പറയേണ്ടത് മുട്ടട വാർഡിൽ വൈഷ്ണവ് ജയിച്ചിട്ടുണ്ടായിരുന്നു. എൽ.ഡി.എഫിൻ്റെ സിറ്റിംഗ് സീറ്റിൽ ആ വോട്ടർ പട്ടികയിൽ പേരിൽ ആ സ്ഥാനാർത്ഥി വിവാദമെല്ലാം കൊണ്ടുവന്ന യുവ നേതാവ് വൈഷ്ണവ് വിജയിച്ചു. അങ്ങനെ തീർച്ചയായും പിന്നെ അതെ, അംശു വാസുദേവന് 100 സംതിങ് വോട്ടാണ് ലഭിച്ചത്. 316 വോട്ട് കിട്ടിയിട്ടാണ് ഇപ്പം വൈഷ്ണവ് വിജയിച്ചിരിക്കുന്നത്. ആ സ്ഥാനാർത്ഥി അത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നത്. എടുത്തു പറയേണ്ട മറ്റു കാര്യം ഫെനി നൈനാൻ, രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു അനുയായി, അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ. അത് നിലവിലത്തെ സാഹചര്യത്തിൽ ഫെനി തോക്കുമെന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ ഉറപ്പായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടുത്തെ ഒരു കളം മാറിയിട്ടുണ്ടായിരുന്നു. പത്തനംതിട്ടയിലും സംസ്ഥാനത്ത് ഒട്ടാകെ ഉണ്ടായതിനേക്കാളും കൂടുതൽ എഫക്ട് ചെയ്ത ഫെനി മത്സരിച്ച മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും രാഹുലിന്റെ അനുയായി, അടുത്ത സുഹൃത്ത് എന്നുള്ളൊരു
കാര്യം അവിടെ ഉണ്ടായിരുന്നു. അത് ഫെനിക്ക് തിരിച്ചടിച്ചു. പക്ഷെ നമ്മൾ അത് മാത്രമല്ല, പത്തനംതിട്ടയിൽ ഇത്തവണ UDF ഒരു വലിയൊരു മേൽക്കോയ്മ വരുന്നുണ്ട് ഇതുവരെയുള്ള സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ എറണാകുളത്തോട്ടൊക്കെ വരുമ്പോൾ UDF വയനാടാണെങ്കിലും അതുപോലെയാണ്. അവിടെ ഇതുപോലെ തന്നെ സമാനമായിട്ടുള്ള സാഹചര്യമാണുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞത് 2010 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞു 2014 വീണ്ടും പിന്നെ UDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ആ ഒരു പ്രതീതിയിലേക്ക് മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാവില്ല എന്ന്, മൂന്നാം ഇടത് സർക്കാർ ഉണ്ടാവില്ല എന്നുള്ള പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് കൂടി തന്നെ UDF കഴിയും. അപ്പം ഇനിയുള്ള 3 മാസം വളരെ നിർണായകമാണ്. ആ രാഷ്ട്രീയ അന്തരീക്ഷം എത്രത്തോളം മാറും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ എന്ത് പറഞ്ഞു നോക്കിയാൽ തന്നെ ഇപ്പം UDF VD സതീശൻ സംഘത്തിനും ആത്മവിശ്വാസത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയുള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കാൻ വേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ പറഞ്ഞ പോലെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി LDF കാലങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്നത്, ഈ പിന്നെ നമ്മൾ പറഞ്ഞ കൊല്ലം കോർപ്പറേഷൻ, ഇവിടെയൊക്കെ കൊല്ലത്ത് മേയർ തോറ്റിട്ടുണ്ട്, ബെഞ്ചമിൻ ഹണി അവരുൾപ്പെടെ തോറ്റിട്ടുണ്ട്. ഈ കുത്തക വെച്ചിട്ട് പല സീറ്റുകളാണ് ഇപ്രാവശ്യം ഈ കയ്യിൽ നിന്ന് വിട്ടുപോയത്. അത് അപ്രതീക്ഷിത തിരിച്ചടിയാണ്. നമുക്കറിയാം ഈ കൊല്ലം കോർപ്പറേഷൻ, തൃശ്ശൂർ കോർപ്പറേഷനൊക്കെ നമുക്കാണെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാവുന്നതായിരുന്നു. അതിൽ അവിടെ UDF നല്ല മുന്നേറ്റം നടത്തുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ കൊല്ലം പോലുള്ള ഒരു കോർപ്പറേഷനിലേക്കൊക്കെ വരുമ്പോൾ LDF തിരിച്ചടിയാണല്ലോ. അത് LDF ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഇനിയിപ്പം ഫലം എന്ത് തന്നെയല്ല, ചെറിയൊരു വോട്ടിനാണ് പരാജയപ്പെടുന്നതെങ്കിൽ കൂടി, വോട്ടെണ്ണം പുരോഗമിക്കുകയാണ്, പരാജയപ്പെടുന്നതെങ്കിൽ കൂടി കൃത്യമായ ഒരു വിലയിരുത്തേണ്ട ആവശ്യം വരുന്നുണ്ട് LDF. കൊല്ലത്തെയും കോഴിക്കോട്ടെയും കാര്യം വ്യക്തമായിട്ട് CPM LDF പരിശോധിക്കേണ്ട കാര്യം തീർച്ചയാണ്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയൊരു തിരിച്ചടിയിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ വേണ്ടി സാധ്യതയുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം ട്രെൻഡ് കഴിഞ്ഞ വർഷം ഉണ്ടായ ട്രെൻഡിൽ നിന്ന് നേരെ വിപരീതമാണെന്ന് ഉറപ്പായിട്ടും പറയാം. LDF അനുകൂല ട്രെൻഡല്ല, UDF തിരിച്ചു വരുന്നുണ്ട്, ഒരു കംബാക്കിന്റെ എല്ലാ സൂചനകളും നൽകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ വയനാടും പിന്നെ എറണാകുളം നോക്കുമ്പോൾ പറയാം സ്ട്രോങ് സ്ഥലങ്ങളാണ് ആ രണ്ട് ജില്ലകൾ കൃത്യമായിട്ട്. പിന്നെ LDF കൃത്യമായ ഇത് പറഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം പോലുള്ള ജില്ലകളിൽ ഒരു മുന്നേറ്റം ഉണ്ടെങ്കിൽ അത് LDF തരംഗം മൊത്തത്തിൽ സംസ്ഥാനം ഒട്ടാകെ എന്ന് പറയാം. പക്ഷേ ഇവിടെ രണ്ടും നോക്കുമ്പോൾ അത് തിരിച്ചടിയായിട്ടുണ്ട്. കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്ക് ഇപ്പം ആദ്യം UDF ആയിരുന്നു മുന്നേറിയിൽ, ഇപ്പം വീണ്ടും തിരിച്ചു വരാൻ വേണ്ടി LDF തിരിച്ചുവരവൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതിനെക്കൊണ്ട് കാര്യമുണ്ടാവും തോന്നുന്നില്ല. ഈ പറഞ്ഞ കോർപ്പറേഷൻ ഉൾപ്പെടെ വലിയൊരു മുന്നേറ്റം നടത്താൻ UDF കഴിയുന്നുണ്ടെങ്കിൽ UDF അടിത്തട്ടിൽ നിന്ന് തന്നെ ഒരു മാറ്റം വരുന്നത്. സാധാരണ UDF ശക്തമായ സ്വാധീനമുണ്ട് നമുക്ക് മലബാർ സൈഡിൽ, കോഴിക്കോട്, കണ്ണൂർ സൈഡിലുണ്ട്. പക്ഷെ നമ്മൾ കൊല്ലത്തെ കാര്യം പറയുമ്പോൾ അങ്ങനെയല്ല. കൊല്ലത്തെ ഇടതുപക്ഷത്തിനും CPM വ്യക്തമായ ആധിപത്യം ഇന്നും ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെയാണ് നമുക്ക് തിരിച്ചടി ഉണ്ടാവുന്നത്. അപ്പൊ അത് വലിയൊരു ഈ 45 വർഷത്തിന് ശേഷമൊക്കെ കോർപ്പറേഷൻ നഷ്ടപ്പെടുക പറഞ്ഞാൽ അത് വലിയൊരു ഇതാണ്. അത് ഭരണത്തിന്റെ പ്രശ്നമാണോ, ഈ തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ പ്രശ്നമാണോ, അല്ല സർക്കാരിന്റെ ഭരണത്തിന്റെ വിലയിരുത്തലാണോ എന്നൊക്കെ അറിയേണ്ടി വരും. എന്ത് തന്നെ ആയാലും പിണറായി സർക്കാരിന്റെ ഒരു വിലയിരുത്തലാകുമെന്നാണ് പറഞ്ഞതാണ്. മൂന്നാം ഭരണത്തിലുള്ള ഒരു പിന്നെ തുടക്കം കുറിക്കലായിരിക്കും ഇതെന്ന് പറഞ്ഞാണ്. അപ്പം ഇനിയുള്ള 3 മാസം ഇരു മുന്നണികൾക്കും 3 മുന്നണികളും പ്രധാനപ്പെട്ടാണ്. കാരണം പല കോർപ്പറേഷനുകളിലും നഗരസഭകളിലും BJP മുന്നേറുന്നുണ്ട്. BJPക്ക് ഈ നേതാക്കളൊക്കെ പറഞ്ഞ 2 അക്കത്തിലേക്ക് അടക്കാനുള്ള ഒരു വഴിയാണ് തുറന്നു വരുന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഈ LDF UDF പലയിടത്തും മരിച്ചപ്പോൾ BJP നേട്ടം ഉണ്ടാക്കുന്നത് നമ്മൾ കരുതിയിരുന്നു. പലയിടങ്ങളിലും അത് UDF തന്നെ നേട്ടമായിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ നമുക്ക് കാണുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു വലിയ മുന്നേറ്റമാണ് ശബരിനാഥ് സംഘം ഉണ്ടാക്കിയത്. K മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പ്രചരണം അത് ഫലം കണ്ടു തന്നെ പറയേണ്ടി വരും. വലിയ രീതിയിൽ മുന്നേറാൻ വേണ്ടി തിരുവനന്തപുരത്ത് തന്നെ UDF സംബന്ധിച്ച് തിരുവനന്തപുരത്ത് അവർ നേരത്തെ തന്നെ അവർ പ്ലാൻ ചെയ്തിട്ട് കറക്റ്റ് സ്ഥാനാർത്ഥി ആദ്യം പ്രഖ്യാപിക്കുന്നു, പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു, ശബരിനാഥനെ പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നു. അവിടെ തിരുവനന്തപുരം പിടിക്കുക എന്നുള്ളൊരു പ്രസ്റ്റേജ് ഇഷ്യൂ ആയിട്ട് കോൺഗ്രസ് മാറ്റിയിരുന്നു. അതിന് നമ്മുടെ മുരളീധരനെ ഏൽപ്പിക്കുന്നു. മുരളീധരൻ ചിട്ടയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത് തിരുവനന്തപുരത്ത് NDA മാറ്റി നിർത്തുന്ന സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ഇത് തലസ്ഥാന നഗരത്ത് വരുമോ നമുക്കറിയില്ല. കോർപ്പറേഷനിൽ LDF UDF ഒരുപോലെയാണ് സീറ്റ് നിലവിലുള്ളത്. BJP NDAക്കാണ് മുന്നേറ്റം. പക്ഷേ ഇപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ NDA ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അങ്ങനെ വന്നാൽ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഇത് നമ്മൾ കാണേണ്ടി വരും. അത് വലിയൊരു മാറ്റമായിരിക്കും. കാരണം ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നത് മാത്രമല്ല കേരളത്തിലെ ഒരു രാഷ്ട്രീയ സഞ്ചാരം. പക്ഷെ അത് എത്രത്തോളം തിരിച്ചടിയാവും നമ്മൾ കാത്തിരുന്ന് കാണുന്നുണ്ട്. LDF UDF കൈകോർത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് BJPക്ക് വലിയൊരു ആയുധമായി മാറുകയും ചെയ്യും. അതിന്റെ ഒരു എങ്ങനെയായിട്ട് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് നമ്മൾ. പിന്നെ LDF സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. LDF സംബന്ധിച്ചും UDF സംബന്ധിച്ചും നിർണായകമാണ്. പക്ഷെ നമ്മൾ അതിനൊപ്പം നോക്കുന്ന കാര്യം ഈ അടിത്തട്ടിൽ നിന്ന് BJPക്ക് ഉണ്ടാകുന്ന ഈ വളർച്ചയും അവരുടെ മുന്നേറ്റവും വിജയവും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോവുകയാണ്. അപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ UDF LDF പോലെ തന്നെ BJPക്കും നിർണായകമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ്. പുതിയ നേതൃത്വത്തിന് കീഴിലാണല്ലോ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരൻ ബൂസ്റ്റായി മാറുകയാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.